Let's look at chapter 1, verse 1. Can we have the next slide? Yeah. So let's look at Job chapter 1, verse 1. There was a man in the land of Uz, whose name was Job, and this man was blameless and upright, and one who feared God and shunned evil. അത് മലയാളത്തിലും കൂടെ ഒന്ന് വായിക്കാമെങ്കിൽ it would be good. Can someone read it in Malayalam also? ഊസ് ദേശത്തെ ഇയ്യോബ് എന്ന പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലനുമായിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ യോബിന്റെ പേര് വെച്ചിട്ട് ആദ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ യോബിന്റെ പേരിന്റെ അർത്ഥം എന്ന് പറയുമ്പോൾ ഇൻ ഹീബ്രു ഇറ്റ്സ് ദ വേർഡ് ടു ബി ഹേറ്റഡ്. പറഞ്ഞാൽ ഇറ്റ് മീൻസ് ടു ബി പെർസിക്യൂട്ടഡ് ബൈ സംവൺ ഓർ സംതിങ് ഓർ വാട്ട് എവർ. അപ്പൊ ഇങ്ങനത്തെ ഒരു പേര് എങ്ങനെയാ യോബിന് വീണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഹൗ ഡിഡ് ഹി ഗെറ്റ് സച്ച് എ നെയിം? There's only two ways that you can have a name like this. According to scripture, നമ്മൾ നോക്കുമ്പോൾ രണ്ട് പോസിബിലിറ്റി ഉണ്ട് ഇങ്ങനെ ഒരു പേര് യോബിന് കിട്ടാനായിട്ട്. ഒന്നാമത്തെ പോസിബിലിറ്റിയാണ് അവന്റെ ജന്മസമയത്ത് എന്തോ സംഭവം നടന്നു. സംതിങ് ഹാപ്പൻഡ് ഫോർ ഹിം ടു റിസീവ് ദാറ്റ് നെയിം. അതിന്റെ ഒരു എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. ഇക്കബോദ് എന്ന് പറഞ്ഞ കൊച്ചുണ്ടായ സമയത്ത് ദ ഗ്ലോറി ഓഫ് ഗോഡ് ഡിപ്പാർട്ടഡ് എന്ന് പറഞ്ഞ അമ്മ പേരിട്ടതാ കൊച്ചിന് ഇക്കബോദ്. ദാറ്റ് മീൻസ് ദ ലോർഡ് ഹാസ് ലെഫ്റ്റ് ഓർ ദ ഗ്ലോറി ഓഫ് ഗോഡ് ഹാസ് ഗോൺ. അല്ലെങ്കിൽ പിന്നെ യാബേസ് എന്ന് പറഞ്ഞാൽ സൺ ഓഫ് മൈ സോറോ എന്ന, അവർ ഐ ബോർ ഹിം ഇൻ സോറോ, അങ്ങനെയാണ് പേര് വീഴുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ മേ ബി ദ മദർ വാസ് അണ്ടർ സം സോർട്ട് ഓഫ് പെർസിക്യൂഷൻ ആൻഡ് ബിക്കോസ് ഐ എം പെർസിക്യൂട്ടഡ് ഷീ പുട്ട് ദ നെയിം ഓഫ് ദ ചൈൽഡ് ആസ് യോബ്. അടുത്ത പോസിബിലിറ്റി എന്ന് പറയുന്നതാണ് ദാറ്റ് സം ഇൻസ്റ്റൻസസ് ഓർ സർക്കംസ്റ്റാൻസസ് ഇൻ ഹിസ് ലൈഫ് കാരണം ഈ വ്യക്തിയുടെ പേര് മാറ്റപ്പെടുന്നതാണ്. അതിന്റെ എക്സാമ്പിൾ ആണ് ജേക്കബ് ഗബിങ് ഇസ്രായേൽ ആൻഡ് സോൾ ബിക്കമിങ് പോൾ. യൂഷ്വലി ഈ ലാറ്റർ കേസിൽ എപ്പോഴും ദൈവമാണ് പേര് മാറ്റുന്നത്. ഓക്കെ, ഈവൻ സോളമന്റെ പേര് ആക്ച്വലി സോളമൻ വാസ് ചേഞ്ച് ടു ജെദദായ ബൈ ഗോഡ്. സോ യു ഹാവ് ഓൾ ദീസ് തിങ്സ് ഗോയിങ് ഓൺ. അപ്പോൾ യോബിന്റെ പേരിൽ വെച്ച് തന്നെ തുടങ്ങുമ്പോൾ തന്നെ ഇറ്റ് മീൻസ് ദിസ് മാൻ ഇസ് പെർസിക്യൂട്ടഡ്. വി ഓൾ നോ യോബിന്റെ ലൈഫ് ഇത്രയും ആക്യുറേറ്റ് ആയിട്ട് അങ്ങനെ ഒരു പേര് കിട്ടാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അൺയൂഷ്വൽ. ബട്ട് ഇറ്റ് ക്യാൻ ബി പ്രൊഫറ്റിക് ഇൻ നേച്ചർ ആൻഡ് ഇറ്റ് ക്യാൻ ബി ബിക്കോസ് ഓഫ് എ സിറ്റുവേഷൻ ദാറ്റ് ഹാപ്പൻഡ് ഇൻ ഹിസ് ലൈഫ്. എനിവേ, അപ്പൊ ഹീസ് ലിവിങ് ഇൻ ദ ലാൻഡ് ഓഫ് ഉസ്. ഉസ് എന്ന് പറഞ്ഞ ഈ നഗരം അല്ലെങ്കിൽ ദിസ് ലാൻഡ് ഇസ് ആക്ച്വലി പാർട്ട് ഓഫ് എഡോം. എഡോം എന്ന് പറയുമ്പോൾ എസോയുടെ ഇരട്ട പേരാണ്. സോ they are living in the land of Esau. So that itself shows that he is at the same time along with afterwards what Jacob and Esauയുടെ സമയം കഴിഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ജോബ് എന്നുള്ളത് വ്യക്തമാകുന്നുണ്ട്. But what I want to look at perfect today is what is his description. Let's look at the next slide, please. Job was blameless and upright. അപ്പൊ ബ്ലെയിംലെസ് എന്ന വാക്ക് ഹീബ്രുവിൽ നിന്ന് താം എന്ന് പറഞ്ഞൊരു വാക്കാണ്. ഇറ്റ് മീൻസ് പെർഫെക്റ്റ് ഓർ കംപ്ലീറ്റ് ഓർ ഈവൻ യു ക്യാൻ സേ മോറലി ഓർ എത്തിക്കലി പ്യൂർ. പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മനസാക്ഷിയും അവന്റെ വേ ഓഫ് ഡീലിംഗ് തിങ്സ് എല്ലാം ഭയങ്കര പ്യൂർ ആയിട്ടുള്ള ഒരു ഡീലിംഗ് ആയിരുന്നു ഈ വ്യക്തിക്ക്. പിന്നെ അപ്രൈറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡാണ്. മലയാളത്തിൽ എന്തുവായിരുന്നു ആ വാക്ക്? നിഷ്കളങ്കനും നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും നിഷ്കളങ്കനും നേരുള്ളവനും. That means there is no fault finding. Nishkalanga means he doesn't have any blame. You can't blame him for anything. പിന്നെ നേരുള്ളവൻ. അപ്പോ this is such a big thing. Now question I want to ask. Okay, anybody can ask me any question during the session, no problem. But the question we need to ask is, who is giving this compliment to Job? Who is saying this? What do you think? Who is telling this about Job? ആരാണ് ജോബിന് നിഷ്കളങ്കനും നേരുള്ളവനും പറഞ്ഞ് പേരിടുന്ന ആരാ? Who's describing him? Okay, God is describing him. But how is God just simply saying it? ദൈവം ചുമ്മാ പറയുകയാണോ അതോ എന്തെങ്കിലും കാര്യമായിട്ടുള്ള റീസൺ കൊണ്ടാണോ ജോബിന് ഈ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത്? Think about it. Why would God write this?
Anybody can answer. What do you think? He's helping whoever needs help. He's helping whoever needs help. Okay. Anything else? He will give advice to youngsters. അപ്പൊ നേരുള്ളവന്റെ ഭാഗമാണ് ആൻഡി ഇപ്പൊ പറഞ്ഞ. Absolutely right. So what it means is people are observing his nature. Yes. നമ്മളെപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, കുരിശിന്റെ ചിന്ത മാത്രം മതി. കുരിശ് എന്ന് പറയുമ്പോൾ you have a vertical line and you have a horizontal line. You cannot have a vertical line by itself. You need to have horizontal also. What that means is our relationship with man is included in your relationship with God. So if we don't have a good relationship with our fellows, we cannot have a good relationship with God. It's two things together. And our കാര്യമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് ആഗ്രഹം. The thing is, യോബിന്റെ നടപ്പ്, ആ നടപ്പാണ് ദൈവം ഡിസ്ക്രൈബ് ചെയ്യുന്നത്. And that description is put into a record of eternity, where God is now telling, this man is perfect, he's complete, or he's blameless. And അത് പോരാത്തതിന് അവന് നേരുവഴി നടക്കുന്ന ഒരു വ്യക്തി എങ്ങോട്ടാണ്. There is no turning in him. I think this is such a wonderful way to describe such a person and God himself. ഇത്രയും ഒരു കാര്യം യോബിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അപ്പൊ യോബ് ഒരു വലിയൊരു റെസ്പെക്ട് ഉള്ള ഒരു മനുഷ്യനാണ് ആ നഗരത്തില്. യുനോ, അപ്പൊ നമ്മൾ വായിച്ചു നോക്കിയാ, ലുക്കിംഗ് അറ്റ് ദാറ്റ് ഫസ്റ്റ് വേഴ്സ്, ആ നഗരത്തില് Job is famous. That is why it says he was a man living in that place. Now, how does Job get a description like this? It's not by anything else. Bashalakanam, there is no law at that time. Neyamo illa, devathine kurichu velliya arivilla, prophet illa. So then how did he get to understand what was in God's heart and he is applying it? Adin ariyanayittu Romans chapter 2 verse 14 and 15, which was covered by John uncle. അതൊന്ന് വായിക്കാം. അത് മലയാളത്തിൽ കൂടെ ഒന്ന് വായിച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. So I will read it in English. For when Gentiles who do not have the law by nature do the things in the law, these, although not having the law, are a law to themselves, who show the work of the law written in their hearts, their conscience also bearing witness, and between themselves their thoughts accusing or else excusing them in the day when God will judge the secrets of men by Jesus Christ according to my gospel. മലയാളത്തിൽ കൂടെ ഒന്ന് വായിച്ചാൽ. ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ള സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. അവരുടെ മനസ്സാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞും അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തിയോ പ്രതിവാദിക്കുകയോ ചെയ്തുകൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യായപ്രമാണം ഇല്ല. അപ്പൊ ഇപ്പൊ യോബിന്റെ കേസ് എന്ന് പറയുമ്പോൾ അവൻ ജാതിയിൽ പെടുന്നതാണ്. ബിക്കോസ് ഇറ്റ് ഡസന്റ് സേ ഹീസ് എൻ ഇസ്രായേലൈറ്റ്, ഹീസ് നോട്ട് എ ജൂയിഷ് പേഴ്സൺ. ഓക്കെ, പക്ഷെ ഹൗ ഡസ് ഹി ഹാവ് ദ ലോ വിത്തൗട്ട് ദ ലോ ബീങ് ഗിവൺ? കാരണം മോസസിന്റെ മുമ്പേ ഉള്ള ആളാ. ഹൗ ഡസ് ഹി ഹാവ് ദ ലോ, or how is he performing things that pleases God according to the law when നിയമം ഇല്ലാത്തൊരു സമയം? Any explanations on how that happened? Conscience. How did he develop? So this is another point in science that people are trying to discuss the evolution of human conscience. How did that take place? Where do you think this law came into their hearts? It says that, no, who show verse 15, they show the work of the law written in their ഹൃദയത്തിൽ എഴുതിയിട്ടുണ്ടെന്ന്. അതപ്പോ ആരെഴുതി, എപ്പോ എഴുതി? And we are talking about Gentiles, ജാതികൾ, not Israel. സൃഷ്ടിച്ചപ്പോഴേ കോൺഷ്യസിലെ ദൈവത്തിൽ നിന്ന് നമ്മൾ ജീവൻ പ്രാപിച്ചുകൊണ്ട് ഈ കോൺഷ്യസിന്റെ ഒരു റെവലേഷൻ മനുഷ്യനിലുണ്ട്. അതാ അതിന്റെ. But we are talking about Gentile and like, how did this? Because when you have a conscience, if you look up the word in dictionary to understand what is the meaning of conscience,
they will tell you it is the ability to have an inner voice which tells you what is wrong or right. Now, the problem with that is wrong or right എന്ന് പറയുമ്പോൾ where have you seen wrong or right in the Bible first time? Anyone? Cain and Abel. Little bit further earlier than that, auntie. Let's go to the verse. In Genesis chapter The 3. Garden of Eden. Absolutely, Genesis. absolutely. Let's go to the next verse. Look at this. Oh, tree. What does that mean? What does it mean to have the knowledge of good and evil? Tree of the knowledge of good and evil. What does it mean? To have knowledge of good and evil, the artham endu? തിരിച്ചറിയുക. തിരിച്ചറിവിന്റെ പക്ഷത്തിന്റെ ഫലം കഴിച്ചു. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിയമമില്ലാതെ തിരിച്ചറിവ് ഉണ്ടാവും. ദൈവം എല്ലാവർക്കും ഒരു സ്പിരിറ്റ് കൊടു when they are born. That is true, but law is not existing. Think about it. How can you have a conscience if you don't know what is right and wrong? If for a little child, the child does not know what is evil and what is good. They just do whatever they feel like. ശരിയല്ലേ? But here you need to have the തിരിച്ചറിവ്. നമ്മളിപ്പോ പിള്ളേരെ കുറിച്ച് പറയുമ്പോൾ ഏത് വയസ്സിലാണ് തിരിച്ചറിവ് കപ്പാസിറ്റി നമ്മൾ പറയുന്നത്? I remember John uncle speaking about this. 12 വയസ്സാകുമ്പോഴേ ഒരുമാതിരിയൊക്കെ ബോധം വരത്തും. Yeah, so that is the age of culpability. Even in our legal system, age of culpability is 12 years. Why? Because even scripturally, it is the age of understanding. അങ്ങനെയാണ് ഇസ്രായേൽ മക്കൾക്ക് ബാർ മിറ്റ്സ്വ ഉണ്ടാകുന്നത് at the age of 12. And that is the same age that Jesus was president in the temple and he is having a discussion with the scribes there. ഈ തിരിച്ചറിവ് എന്ന് പറയുമ്പോൾ നിയമത്തിനെ കുറിച്ച് അറിവ് വരുമ്പോഴാണ് തിരിച്ചറിവ് ഉണ്ടാകുന്നത്. So till then you have no understanding of law. Now, why that is important? Go to the next verse, which is in Romans chapter 3 verse 20. Nokike, I've highlighted that verse. What did it say? By the knowledge of the law is also the knowledge of sin. അപ്പോൾ നിയമം അറിയുമ്പോഴാണ് പാപത്തിന്റെ ബോധവും കൂടെ വരുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ if I say do not cross the red light and I just said it and left it, you know now if you cross the law, if you cross the red light, that means it is evil. It's the wrong thing. That's not obedience, that is disobedience. So now that is evil side. What is the good side? Do not cross the red light. So now that you know, once I speak that thing to you, now you are how do you say, responsible to obey it. Appo devam നിയമം ആദ്യത്തെ നിയമം എന്തോ കൊടുത്തേ? Do not eat of that tree. You can eat of any other tree. That is the only thing they knew which was law. And then what happened? സാത്താൻ വന്നിട്ട് അതിനെ ഡൗട്ട് ക്രിയേറ്റ് ചെയ്തു. സത്യമായിട്ടും അങ്ങനെയാണോ പറഞ്ഞു, അതോ വേറെ വല്ല രീതിയിലാണോ? അതിന്റെ മീനിങ് മാറ്റി. നീ മരിക്കത്തില്ലെന്ന് പറഞ്ഞു. കാരണം എന്തുവാ? സിൻ വന്ന് കയറി. അത് റോമർ ലേഖനം ക്ലിയർ എഴുതിയിട്ടുണ്ട്. Sin took advantage of the law and it killed me because the law, I can't keep the law. എന്നെ കൊണ്ട് ഒരു law പോലും കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. It's impossible. So I will falter in that. അപ്പൊ അതുകൊണ്ടാണ് ഈ കോൺഷ്യൻസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, it says even in Malayalam what it says is what do you say for Malayalam meaning for conscience? മനസാക്ഷി. Manas sakshi. Now if you look at that Romans chapter 2 verse, that same verse, the conscience is bearing witness എന്നാണ് അവിടെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മുടെ മനസ്സ് നമ്മളെ തന്നെ സാക്ഷീകരിക്കും. അപ്പോൾ although I feel that this is justified and I do this, but my manasakshi says this is not right, മോനെ, അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ നീതീകരിക്കും on that action, but my heart will always will tell the truth before God. And ഇപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ നോക്കുമ്പോൾ ഞാൻ നേരുള്ളവനല്ല, എന്നാൽ പബ്ലിക്കിന്റെ മുമ്പിൽ ചിലപ്പോൾ നേരുള്ളവനായിരിക്കും. So this is where you should understand what it means to be perfect. When God is saying perfect, he literally means Job was perfect. When he says he's upright, that means he's absolutely telling he is upright
to the dot. അതിന് നമുക്ക് fault കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. This becomes the premises for the entire book of Job. ഈ ഒരു കാര്യമാണ്, this statement from God is what makes it the whole book of Job. We'll come to that, God willing. Now, how did Job has, I believe, had a contact with God just like how Abraham had. Okay, and അതിലാണ് ഈ knowledge of good and evil വരുന്നത്, because God is maybe ministering to him, God is teaching him, and therefore even without the law he is now performing duties or things that are said in the law. Now let's move forward. ഇന്നത്തെ ഈ കണ്ടീഷനാണ് നമുക്കുള്ളത്. ജോബിന്റെ ആ സമയത്ത് നിയമം കൊടുത്തിട്ടില്ല, പക്ഷെ എന്നാൽ നിയമം അവന്റെ ഹൃദയത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ സിറ്റുവേഷൻ ഇത് തന്നെയല്ലേ technically? How many of you agree with this? Is not the law of God written in our hearts today? Everybody agrees with this? Nobody agrees that the law is written in our hearts? Okay, then let's look to scripture. Let's look at what prophetically God says. Ezekiel chapter 11 verse 19 and Jeremiah 31 verse 33. അത് മലയാളത്തിലും കൂടെ നമുക്ക് നോക്കാം. Can somebody read Ezekiel 11:19 in Malayalam? അവർ എന്റെ ചട്ടങ്ങളിൽ നടന്നു എന്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേറൊരു ഹൃദയം നൽകുകയും പുതിയൊരു ആത്മാവിനെ ഉള്ളിലാക്കുകയും ചെയ്യും. കല്ലായുള്ള ഹൃദയം ഞാൻ അവരുടെ ജഡത്തിൽ നീക്കി മാംസമായ ഒരു ഹൃദയം അവർക്ക് കൊടുക്കും. ഓക്കെ, ഇത് പറയുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം ദൈവം നിയമം കൊടുത്തപ്പോ കല്ലേലാണ് ദൈവം എഴുതി കൊടുത്തത്. അപ്പൊ കല്ലേന്ന് ഇനി അത് ട്രാൻസ്ഫർ ചെയ്യണം, അതിനി ഹൃദയത്തിലാക്കണം. സോ കല്ലേ കൊടുത്തോണ്ട് മനുഷ്യന്റെ ഹൃദയവും കല്ലായിരുന്നു. ഓക്കെ, ആ കല്ല് മാറ്റണം, കാരണം മാൻ ഇസ് stubborn by nature. Okay, we have a lot of stubbornness in us and we refuse to listen to what God says. So therefore God says, okay, kallu maatam, namakku heart edukam. So now he's changing that concept of writing the letters in stone and he's writing it in a heart. Adana Jeremiah 31:33 il ezhudirikkunu. See that portion in read that in Malayalam. Can somebody take up to read the Malayalam? എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർക്ക് ജനമായും ഇരിക്കും. See, this is, although if you look at the scripture he's talking, ഇത് ഇസ്രായേൽ മക്കളോടാ പറയുന്നത്, പക്ഷെ ഇപ്പൊ നമ്മൾ സ്പിരിച്വൽ ഇസ്രായേൽ ആയിട്ടുണ്ട് by the New Testament. അപ്പൊ ഇറ്റ്സ് എ സെയിം തിങ്. See, ദൈവത്തിന്റെ ഓൾവേസ് ഇന്റൻഷൻ ഇതായിരുന്നു, ഹൃദയത്തില് ദൈവത്തിന്റെ ലോ. നമ്മുടെ ഒരു പുതിയ ഫാമിലി വന്ന് അവർക്ക് പിള്ളേരുന്നില്ലേ? Auntie, your mic is on. I will put my law in their minds and I'll write it in their hearts. Then it becomes perfect, because now you don't need to keep looking at the Bible and walk around, because the law is inside of you. ദൈവത്തിന് എപ്പോഴും ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കണമെന്നായിരുന്നു. അപ്പൊ ഉള്ളിൽ വസിക്കുമ്പോൾ നിയമവും എല്ലാം അതിനകത്ത് തന്നെ വരും. ഇറ്റ്സ് ലൈക്ക് എ ഹോൾ പാക്കേജ് ഡീൽ. അപ്പൊ അതിന്റെ തുടക്കമാണ്. ആൻഡ് ഹീസ് prophetically saying this to Israel and it applies throughout the New Testament. Okay, now why is this again so important? Because God wants to dwell in us. നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കണം എന്ന് ദൈവത്തിന് ഉത്തമ ആഗ്രഹമാണ്. Okay, it's his number one priority. So for that he has to prepare the ground. So when you prepare the ground, you have to sow the seed. ആ സീഡാണ് വചനം. Anyway, to maintain the testimony is the most important thing. യോബിന്റെ testimony ആണ് ഈ യോബിന്റെ പുസ്തകത്തിന്റെ premises. Is the whole thing is his testimony before God and before man. Why? What do we have such an testimony today? എന്നുള്ളതാണ് question. Set aside everything else. Would call each and every one of us blameless and upright is the question, because it is very important for us to have that relationship and that maintain that good name. Karanam sadarshivakil, a good name is to be treasured. It has to, you have to work a good name. It has to be desired the most, that you have a good name.
Arna, it's just very important because നമ്മുടെ ministry is dependent on the name you create for yourself in this world. So what is our problem when it comes to maintaining our testimony before the world? Number one is our own speech. The way we talk is a big issue. For we stumble in many things. നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചിലപ്പോൾ തട്ടി വീഴാറുണ്ട്, മിസ്റ്റേക്ക് ഉണ്ടാക്കാറുണ്ട്. അത് ഇറ്റ്സ് നോർമൽ. ഓക്കെ, അതിനൊരു പ്രശ്നമില്ല. പക്ഷേ it says this, even if you stumble in many things, if anyone is not stumbling in the word, it says he's a perfect man, able to bridle. That means he's able to control his entire body. അത് മലയാളത്തിൽ കൂടെ ഒന്ന് വായിച്ചു. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സദ്ഗുണപൂർത്തിയുള്ള പുരുഷൻ ആകുന്നു. Beautiful. That is the God's desire for everybody. നമ്മുടെ കുറിച്ച് ദൈവത്തിന് ആഗ്രഹം that we be able to have the control of our body. Why? Because this body needs to be controlled. Physical control ഞാൻ ഇവിടെ പറയുന്നത്. കാരണം നമ്മൾ പലരും നമ്മുടെ ടെസ്റ്റിമണിയെ കുറിച്ച് ഓർക്കാറില്ല. when we start talking, sometimes when we are upset, when we are angry, our mouth opens and garbage comes out. Okay, absolute trash പുറത്തിറങ്ങി വരുന്നത്. ആ സമയത്ത് നമ്മുടെ വിശ്വാസത്തിനെയാണ് നമ്മൾ ചൂഷണം ചെയ്യുന്നത്. ആരുടെ വിശ്വാസം? നമ്മുടെ വിശ്വാസം. നമ്മുടെ സ്റ്റാൻഡ്, നമ്മുടെ ടെസ്റ്റിമണി, ഇതിനെയാണ് ചൂഷണം ചെയ്യുന്നത്. when we open our mouth and all this nonsense starts coming out. അത് next verse, James chapter 1 verse 26. If anyone among you thinks he's religious, now this applies to all of us. If we think we are good born again Christians and we are not able to bridle our tongue, what does it say? We deceive our own heart. And it says our vishwasam or our religion, the way we conduct ourselves in religious life, is absolutely useless. A believer is not known by his words alone, it's known by his reactions. You should be very careful how we are in public space. Many times we lose our children simply because our behavior in home and at church is too different. At home we are this violent, crazy person maybe, and you go to a public place and we are all nice and dandy there. അപ്പൊ അവര് കാണുമ്പോൾ നമ്മൾ എന്തോ ഡബിൾ സ്റ്റാൻഡേർഡാ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ഹിപ്പോക്രിറ്റ് എന്ന് വിളിക്കും. Now if you look, this is where the name of God is spoiled. Now let's look at the problem number 2. We fail to reflect Christ. If the mouth is not proper, then whatever action that follows is also going to be improper. Romans chapter 12 നമ്മൾ എത്തിയിട്ടില്ല ബൈബിൾ സ്റ്റഡിയിൽ, but verse 1 and 2 നമുക്ക് നോക്കാം. I beseech you, brethren, by the mercies of God, that you present your bodies as a living sacrifice, wholly acceptable to God, which is your reasonable service. That is basic requirement. Reasonable service. ആ ഭാഗം ഒന്ന് മലയാളത്തിൽ ഒന്ന് പറയാമോ? സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുകയും ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. ഓക്കെ, ആ റീസണബിൾ സർവീസ് ഉണ്ടോ മലയാളത്തില്? It's like a bare minimum. ഇല്ല. ഓക്കെ, എന്തായാലും അത് മനസ്സിലത് കുറിച്ചിട്ടാ മതി. That this is the bare minimum requirement for a child of God, that we present our bodies as a living sacrifice. കാരണം ദൈവത്തിന്റെ യാഗപീഠം എന്ന് പറഞ്ഞാൽ 24 hours കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഇതിനകത്ത് കൊണ്ട് നമ്മൾ കയറി ഇരിക്കാനാ പറയുന്നത്. നമ്മൾ കയറി അത് ഇരിക്കുന്ന സമയത്ത് ചൂട് കൂടുന്നതനുസരിച്ച് നമ്മൾ ഇറങ്ങി ഓടും. We can't bear the temperature, therefore we'll run. But God wants us to sit there so that he can change us. The problem is we don't want to change.
യാഗം. Why we don't want to change in our mind, we have problems. അതാണ് നിങ്ങളുടെ മനസ്സിനെ പുതുക്കി രൂപാന്തരപ്പെടാൻ. അപ്പൊ രൂപാന്തരം പെടണമെന്നുണ്ടെങ്കിൽ മനസ്സ് മാറണം. അപ്പൊ മനസ്സ് മാറണമെന്നുണ്ടെങ്കിൽ what are you inputting into your മനസ്സ് is the question. Our mind is filled with the things of the world. ആ things of the world മാറിയിട്ട് things of God വരണം. ഇതിനാണ് പ്രശ്നം. So what happens? Jesus asked his disciples to pray with him and they all slept. And then he comes and he tells them, indeed the flesh is weak. Fleshന് പറ്റുന്നില്ല. He's talking about the ability to stay. Spiritual need ഉണ്ട്, എന്നാൽ physical need ഉണ്ട്. പക്ഷെ physical need outweighing the spiritual എന്ന് പറയുമ്പോൾ അപ്പൊ physical ആണ് കൂടുതലും പ്രാധാന്യം. Many times we want to do the things of God, but our problem is നമ്മുടെ ഫ്ലഷിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് അവിടെ കിടക്കുന്നത്. So sometimes when we face a situation or circumstance, നമ്മൾ ചില സമയത്ത് എടുത്ത് ചാടാറുണ്ട്. ഈ എടുത്ത് ചാട്ടം പൗലോസല്ല പത്രോസിനുണ്ടായിരുന്നു. ചാടിയാണ് അവന് വാളൊക്കെ എടുത്ത് ആൾക്കാരുടെ ചെവിയൊക്കെ മുറിക്കുകയാണ്. ഈ ചാട്ടമാണ് അവന്റെ പ്രശ്നം. ഇതേ ചാട്ടം തന്നെ മോസസിനും ഉണ്ടായിരുന്നു. മോസസിന് അവന് ഒറ്റയടിക്കാൻ ആൾക്കാരെ കൊന്നതാണ്. ഈ ദേഷ്യവും ഈ പ്രവൃത്തിയാണ് that became a hindrance for him to get into Canaan land. The way we do things, we do not reflect God. അവിടെയാണ് നമ്മുടെ വീഴ്ച. There's no point in saying I accepted Jesus Christ 15 years, 20, 30, 40 years ago. Doesn't matter. What you're doing today is the most important thing. And that is the testimony that God wants you to keep. Now, നമ്മൾ ദൈവത്തിന്റെ നാമം കാക്കുന്നില്ലെങ്കിൽ it is a very dangerous thing, because we have an example of this. Let's look to the next verse, which is in Ezekiel chapter 36 verse 19 to 22. അവിടെ ഞാൻ ഹെഡിങ് എഴുതിക്കുന്നത് Israel failed in its mission to represent God. ഇസ്രായേൽ മക്കള് കർത്താവിന്റെ മിഷൻ they failed to represent God. Look at what they did here. I judge them according to the ways and their deeds. ദൈവം അവരെ ജഡ്ജ് ചെയ്ത കാര്യമാണ്. And what happened? Verse 20. When they came to the nations, wherever they went, they profaned my holy name. അവരെവിടെ പോയോ ദൈവത്തിന്റെ നാമം അവിടെ ദൂഷിപ്പിച്ചു എന്നാണ്. They go to verse 22. He says, me chasing you out of this land is not for your sake. I'm doing it for my name's sake. You think about God doing what he needs to do to prevent his name being profaned. If he did that to Israel, നമുക്ക് പുതിയ നിയമത്തിൽ ഒരു വാർണിംഗ് ഉണ്ട്. റോമർ ലേഖനത്തിൽ തന്നെയാണ്. We are grafted, അല്ലേ? അത് അങ്കിൾ എടുക്കാൻ, I think it's in chapter 11, that the Gentiles are actually wild olive trees that are grafted to the main branch. If the original branch was not spared, what are you doing? We take things for granted. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെറുതെ വെറുതെ അങ്ങ് ലൈറ്റായിട്ട് എടുക്കുക. Don't take God lightly. I'm telling again and again, do not take God lightly. Do not take his name lightly. Do not take the way you have to conduct yourself in this world lightly. It is extremely important. നമുക്ക് വേറെ ഒരു വഴിയില്ല. No choice. This is God's expectation of us, and that is why he saved us. That is why we have salvation. But there is a responsibility to that salvation. Now, what are we to do as believers? That is there in Colossians chapter 3, verse 12 and 17. ഇത് നമുക്ക് മലയാളത്തിൽ അത്യാവശ്യമായിട്ട് വായിക്കേണ്ടതുണ്ട്. ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് ഈ put on, ഈ യെല്ലോയിൽ എഴുതിയിരിക്കുന്നത് is an action that you have to take. It's a decision for you to do. ആ ഡിസിഷൻ എടുക്കുന്ന ബേസിസിലാണ് ബാക്കിയുള്ള ബ്ലൂവിൽ എഴുതിയിരിക്കുന്ന what follows. Okay, so let's look at it from മലയാളത്തിൽ ഒന്ന് വായിക്കാം ഈ അധ്യായം. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുകയും കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുകയും എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിക്കുകയും ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനാലല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. നന്ദിയുള്ളവരായും ഇരിക്കുകയും സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും
സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ടുമിരിക്കുവീൻ. Okay, very good. Actually, ചില ബൈബിളിനകത്ത് ഈ പോർഷന്റെ ഹെഡിങ് എഴുതിക്കുന്ന how a Christian should behave എന്ന്. Okay. So let's look at it. Let's put on. നമ്മൾ ധരിക്കുക എന്നാണ്. It's like putting your clothes on, right? You have to put it on. Why? Because that is what everybody is going to perceive. അപ്പൊ എവിടെയൊക്കെ put on ഉണ്ടോ, ഈ put on എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് കാണാനായിട്ടാണ്. It is for them to experience this from you. That is why they asking you to put it on. They see it. Okay. Tender mercies, kindness, humility, meekness, long suffering. Okay. ഈ കാര്യങ്ങളായിരിക്കണം മുന്നിൽ കാണേണ്ടത്. People should, when they say your name, they should also have these things attached to you: mercy, kindness, humility, meekness, long suffering. അപ്പൊ long suffering ന്റെ ഭാഗമായിട്ടാണ് bearing with one another. ഏത് തക്കം വരെ നമ്മൾ bear ചെയ്യണത്, എത്ര വരെ നമ്മൾ താങ്ങിക്കൊണ്ടിരിക്കണം എന്നുള്ളത്. അപ്പൊ വചനം പഠിക്കുന്ന, if your brother sins against you 70 times and asks you forgiveness 70 times, you have to do it 70 times. We have problem with one, right? Forgiving one another. And then next one, verse 14. Above all this, ഏത് ഇപ്പൊ വായിച്ചതിന് അതിനേക്കാളും മീതയില്ല. അപ്പൊ ആദ്യം ഇടേണ്ടത് എന്തുവാ? സ്നേഹം. Put it on. Because if you read the first book of 1 Corinthians, whether you have prophecy, whether you have tongues, whether you have all these gifts that we pray for, but if you have no love, then all that is waste. So in other words, God is saying tongues, healing, deliverance, faith, idellam garbage if you don't have love. No point. And then after that and then gets on next thing. Let God's peace rule our hearts. നമ്മുടെ ഹൃദയത്തിനെ ഭരിക്കുന്നത് ദൈവത്തിന്റെ പീസ് ആകട്ടെ, സമാധാനം. And then it says be thankful. That's another thing people forget. In Romans chapter 1 il എഴുതിക്കുന്നത്, there's a whole list of things that people are doing, and then it's one of the things that God hates that, and he mentions this, is they refuse to be thankful to God. And the 16th one, now this is very important. Let the word of Christ dwell in you richly in all wisdom. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വചനം നമ്മുടെ ഉള്ളിൽ ഇല്ലെന്നുണ്ടെങ്കിൽ then we always remain as a child. Because the word of God, now I'll just tell you, bar mitzvah, which I said about the Jews, age 12, ഈ age 12 bar mitzvah ഒരു പാസ് ആയി കഴിയുമ്പോൾ, that is the day this child is declared as a man. അപ്പൊ യഹൂദന്മാരുടെ ഇടയിൽ വയസ്സല്ല അവരെ മാൻ എന്ന് വിളിക്കുന്നത്, വചനത്തിന്റെ ജ്ഞാനമാണ്. It's the ability to understand and know the word of God. That is the day you have become an adult, not age 18. We have to understand how God sees things and how man sees things. Our problem is we are more concentrating on what man thinks. You forget that, you take it, throw it in the bin. Look at what God thinks, and that is the most important thing. Okay, you have to have the word of God dwelling in you richly. ഈ word of God നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിഹേവിയർ പക്കയായിരിക്കും. And then it says that when you have that, this is what's going to follow: teaching, admonishing. How admonishing? Psalms, hymns, spiritual songs. Admonishing is a form of correction with love. അതിനകത്ത് എന്ത് correction with സങ്കീർത്തനം, പാട്ടുകൾ and spiritual songs. എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് കർത്താവിനോട്. ഇതൊക്കെയാണോ നമ്മുടെ കറക്ഷൻ രീതി? I have not seen it yet. I myself am not perfect in that section either. But this is what God wants us to do. And then it says, whatever you do, sitting down, sleeping, walking, talking, looking, whatever it is, thinking, word or deed, do it all for the name of God. Standard, if we are even beginning to even apply in our life, I'm telling you, our testimony before God and man will change 100%. We are left with one choice in life: whether to be in line with God's word or be against it. We cannot be sitting on two boats. We cannot have one foot in one boat and the other one in the other boat. That is not the right way to go forward. അപ്പൊ യോബിന്റെ ലൈഫ്, ഈ പുസ്തകത്തിന്റെ സ്റ്റാർട്ടിങ് തന്നെ ദൈവം അവന് കൊടുക്കുന്ന കോംപ്ലിമെന്റ്.
this is a blameless man and he is an upright man. അങ്ങനത്തെ ഒരു ടെസ്റ്റിമണി അവൻ അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വിത്തൗട്ട് എനിബഡി എൽസ് he by himself is standing it before God. How great is this man, and how great an example we have in this man from the book of Job. I want to encourage all of us to look into this book, to understand. Don't look at the suffering. നമ്മൾ എപ്പോഴും വചനം എടുക്കുന്ന സമയത്ത് സഫറിങ്ങിലോട്ട് കണ്ടുപോകും. That is not the main thing. The main thing is God's testimony about this man. This is just one thing. I'm not even finishing verse 1. This is just the first part. The second part I will take later. But I want you to understand how God is telling this about this man. These are the things that you need to look at. So if anybody has any questions, this is your time. You can ask any doubts or anything that is there. We can look into that and then stop.